ന്യൂസ് റൂം വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2021 ഡിസംബർ 11 ശനിയാഴ്ച. കോവിഡ് മഹാമാരിക്ക് പിന്നാലെ വീണ്ടും ആശങ്ക പരത്തിയ ഒമിക്രോൺ ഭീതി പതിയെ അകലുകയാണ്. ഒമിക്രോൺ വകഭേദം ഡെൽറ്റ വകഭേദത്തോളം മാരകമല്ലെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ വിമാന കമ്പനികൾ പുനരാരംഭിക്കുന്നതായുള്ള നല്ല വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 ദക്ഷിണാഫ്രിക്കൻ നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. സൌദിയിൽ തബ്ലീഗ് ജമായത്തിനെ നിരോധിച്ചതായുള്ള വാർത്തയും ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. യുഎഇയിൽ വാരാന്ത്യ അവധി ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ബാങ്കുകൾ ഇനി മുതൽ വെള്ളിയാഴ്ചകളിലും പ്രവർത്തിക്കും. യുഎഇയിലെ ഫുജൈറയിൽ റെസ്റ്റോറന്റിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. ദോഹയിലെ ആസ്പെയർ സോണിൽ നടക്കുന്ന ബലൂൺ മേളയിലേക്ക് സന്ദർശകർ ഒഴുകിയെത്തുകയാണ്. എല്ലാ വാർത്തകളും വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. City Exchange, Doha, Qatar. Goodwill Cargo, Airport Road, Doha, Qatar. In association with Azim Technologies. Think innovative. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ നിങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477. യുഎഇയിലെ ഫുജൈറയിൽ റെസ്റ്റോറന്റിന് തീപിടിച്ച് ജീവനക്കാരൻ മരിച്ചു. ഫുജൈറയിലെ ഹമദ് ബിൻ അബ്ദുള്ള സ്ട്രീറ്റിലെ റെസ്റ്റോറന്റിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 11:45 തീ പടർന്നു പിടിച്ചത്. 44-കാരനായ ജീവനക്കാരനാണ് മരിച്ചത്. ഇയാൾ ഏത് രാജ്യക്കാരനാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. തീപിടുത്തത്തിനുള്ള കാരണമറിയാൻ അന്വേഷണം ആരംഭിച്ചതായി ഫുജൈറ പോലീസ് അറിയിച്ചു. വൻ ശബ്ദത്തോടെ സ്ഫോടനമുണ്ടായതായാണ് റിപ്പോർട്ട്. അഗ്നിശമന സേന ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഒമിക്രോൺ ഭീതി അകലുന്ന സാഹചര്യത്തിൽ 2 ദക്ഷിണാഫ്രിക്കൻ നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. ഡിസംബർ 12 മുതലാണ് ദക്ഷിണാഫ്രിക്കൻ നഗരങ്ങളായ ജോഹന്നസ്ബർഗ്, കേപ്പ് ടൌൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നത്. ജോഹന്നസ്ബർഗിൽ നിന്നും കേപ്പ് ടൌണിൽ നിന്നും ദോഹ വഴി 2 വിമാനങ്ങൾ സർവീസ് നടത്തും. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ഭീതി അകലുന്നതിന്റെ സൂചനയായാണ് ഇത് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആഫ്രിക്കൻ നാടുകളിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളും ഉടൻ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒമിക്രോൺ വകഭേദത്തിന്റെ ആവിർഭാവം കാരണം ഖത്തർ എയർവേസ് നവംബർ 27 മുതൽ 5 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ 7 നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കുവൈത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികളുടെ വിസ പുതുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമാവാത്ത സാഹചര്യത്തിൽ താൽക്കാലികമായി വിസ കാലാവധി നീട്ടി നൽകിയേക്കും. ഇത് സംബന്ധിച്ച നടപടികൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ പുരോഗമിക്കുകയാണെന്ന് കുവൈത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമായ പ്രവാസികളുടെ വിസ പുതുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ സർക്കാർ തലത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാത്തതിനാൽ നിലവിൽ ഈ വിഭാഗങ്ങളിലുള്ളവർക്ക് വിസ പുതുക്കാൻ പ്രയാസം നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിസ കാലാവധി താൽക്കാലികമായി പുതുക്കി നൽകാനുള്ള തീരുമാനമായിരിക്കും കൈക്കൊള്ളുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാനുഷിക പരിഗണന മുൻനിർത്തി 1 മാസം മുതൽ 3 മാസം വരെയുള്ള കാലയളവിലേക്ക് വിസ കാലാവധി ഇത്തരത്തിൽ ദീർഘിപ്പിച്ച് നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2022 ഫുട്ബോൾ ലോകകപ്പിനായി സജ്ജമാക്കിയ വേദികളുടെ സമീപത്തായി ഡ്രോണുകൾ പറത്തരുതെന്ന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി വിഭാഗം അറിയിച്ചു. സുരക്ഷ മുൻനിർത്തിയാണ് കമ്മിറ്റി ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. സ്റ്റേഡിയങ്ങൾക്കരികിലായി ഡ്രോണുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇവ പിടിച്ചെടുക്കുമെന്നും ഉടമസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുരക്ഷാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തറിൽ നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തുർക്കിയിലെ 3000-ഓളം പോലീസുകാരെ ഖത്തറിലേക്ക് അയക്കുമെന്ന് ആഭ്യന്തരമന്ത്രി സുലൈമാൻ സോയ്ലു അറിയിച്ചു. എണ്ണം പിന്നീട് വർദ്ധിപ്പിച്ചേക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി. തുർക്കിയിലെ പ്രത്യേക കലാപവിരുദ്ധ വിഭാഗത്തിൽ നിന്നാണ് പോലീസുകാരെ ഖത്തറിലേക്ക് അയക്കുക. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ ഖത്തറിലെ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം തലസ്ഥാനമായ അങ്കാറയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ലോകകപ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പുതിയ കരാറുകളും അദ്ദേഹം പ്രഖ്യാപിച്ചു.
ലോകകപ്പ് സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തുർക്കി നിയമപാലകരിൽ നിന്നുള്ള ഒരു ജനറൽ കോർഡിനേറ്ററും 40-ലധികം സുരക്ഷാ ഉപദേഷ്ടാക്കളും ഖത്തറിലെത്തും. പ്രമുഖ ഇസ്ലാമിക സംഘടനകളിലൊന്നായ തബ്ലീഗ് ജമാഅത്തിനെ നിരോധിച്ചതായി സൗദി അറേബ്യ പ്രഖ്യാപിച്ചു. ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ട്വിറ്റർ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഭീകരവാദത്തിന്റെ കവാടങ്ങളിലൊന്ന് എന്ന വിശേഷണത്തോടെയാണ് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ട്വിറ്റർ സന്ദേശത്തിൽ ഇക്കാര്യം പരാമർശിക്കുന്നത്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ അടുത്ത വെള്ളിയാഴ്ച പള്ളികളിൽ പ്രഭാഷണം നടത്തണമെന്ന നിർദ്ദേശവും ഇസ്ലാമിക മതകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകൾക്ക് ഇനി സൗദി അറേബ്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ 1926 സ്ഥാപിതമായ തബ്ലീഗ് ജമാഅത്തിന് ലോകത്തുടനീളം 4 കോടിയോളം അംഗങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗുഡ്വിൽ കാർഗോ ബ്രേക്കിംഗ് ന്യൂസ്. ഖത്തറിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്യാൻസൽ ചെയ്ത് മടങ്ങുന്നവർക്കുമായി ദോഹയിലെ ഗുഡ്വിൽ കാർഗോ ഡോർ ടു ഡോർ എക്കണോമിക് സർവീസ് ഒരുക്കിയിരിക്കുന്നു. 150 കിലോയോ അതിൽ കൂടുതലോ ലഗേജ് ഉള്ളവർക്ക് കിലോയ്ക്ക് വെറും 6 ഖത്തർ റിയാൽ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കൂ 44878448. UAE-യിലെ മുഴുവൻ ബാങ്കുകളും വെള്ളിയാഴ്ച ഉൾപ്പെടെ ആഴ്ചയിൽ 6 ദിവസം പ്രവർത്തിക്കുമെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു. കഴിഞ്ഞ ദിവസം സെൻട്രൽ ബാങ്ക് പുറപ്പെടുവിച്ച സർക്കുലർ അനുസരിച്ച് പ്രവൃത്തി ദിനങ്ങളിൽ 5 മണിക്കൂറെങ്കിലും ബാങ്കുകൾ തുറക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ കൊമേഴ്സ്യൽ സെന്ററുകളിലെ ബാങ്ക് ശാഖകളുടെ പ്രവൃത്തി സമയം സംബന്ധിച്ച 2003 നോട്ടീസും ബാങ്കുകളുടെ പ്രവർത്തനം സംബന്ധിക്കുന്ന 92 സർക്കുലറും റദ്ദാക്കിയതായും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. 2022 ജനുവരി 2 മുതലാണ് മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക. പ്രവൃത്തി സമയം എങ്ങനെ ആയിരിക്കണമെന്ന് അതാത് ബാങ്കുകൾക്ക് തന്നെ തീരുമാനിക്കാം. ബാങ്കുകളുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെയും ബാക്ക് ഓഫീസിന്റെയും പ്രവർത്തനം നിയമാനുസൃതമായി തന്നെ ക്രമീകരിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പുതിയ അറിയിപ്പ് റമളാൻ മാസത്തിൽ ബാധകമായിരിക്കില്ല. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 158 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 6 പേർ രാജ്യത്ത് തിരിച്ചെത്തിയ യാത്രക്കാരാണ്. 2361 പേരാണ് ഇനി രാജ്യത്ത് കോവിഡ് ബാധിതരായി തുടരുന്നത്. 70 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ 9 പേരാണ് ഇനിയുള്ളത്. ദോഹയിലെ ആസ്പെയർ പാർക്കിൽ നടക്കുന്ന ഖത്തർ ബലൂൺ മേളയുടെ 2ാം പതിപ്പ് സന്ദർശകരെ ആകർഷിക്കുന്നു. വൈവിധ്യങ്ങൾ നിറഞ്ഞ നിരവധി പരിപാടികളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. വോഡാഫോണിന്റെ സ്പോൺസർഷിപ്പിൽ ഒരുക്കിയ ഭീമൻ ബലൂണാണ് മേളയുടെ പ്രധാന ആകർഷണം. 19 പേർക്ക് ഈ ബലൂണിൽ ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയും. ഖത്തറിന്റെ പേര് പതിപ്പിച്ച ഖത്തർ ബലൂണും മേളയിലുണ്ട്. ഡിസംബർ 18 വരെ തുടരുന്ന പരിപാടിയിൽ ഇത്തരം 40 ബലൂണുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷ്യമേള, സംഗീത വിരുന്ന്, കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികളും മേളയോടനുബന്ധിച്ച് ആസ്പെയർ പാർക്കിൽ നടക്കുന്നുണ്ട്. വൈകുന്നേരം 4:30 മുതൽ രാത്രി 10 വരെയാണ് മേളയുടെ പ്രവർത്തന സമയം. ബലൂൺ മേള അവസാനിച്ച ശേഷവും ബലൂൺ യാത്രയ്ക്കുള്ള അവസരമൊരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞയാഴ്ച ദുബായിലെ റാഷിദിയ പാർക്കിൽ കാണാതായ മലയാളി യുവാവിനെ കണ്ടെത്തി. തൃശൂർ അയ്യന്തോൾ സ്വദേശികളായ സത്യന്റെയും മഞ്ജുവിന്റെയും മകൻ മനീഷ് സത്യനെയാണ് യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ കണ്ടെത്തിയത്. പാർക്കിലൂടെ അച്ഛനൊപ്പം വൈകുന്നേരം നടക്കാനിറങ്ങിയപ്പോഴാണ് മനീഷിനെ കാണാതായത്. പത്രവാർത്തകളിലൂടെ മനീഷിനെ തിരിച്ചറിഞ്ഞ ഒരു വനിതയാണ് മെട്രോ സ്റ്റേഷനിൽ നിന്നും മാതാപിതാക്കളെ ഫോൺ ചെയ്തത്. പിന്നാലെ ഇരുവരുമെത്തി മകനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി നടക്കുകയായിരുന്ന മനീഷ് തീർത്തും അവശനായ നിലയിലായിരുന്നു. സൗദിയിലെ തബൂക്കിൽ പ്രവാസിയായിരുന്ന പാലക്കാട് സ്വദേശി യൂനുസ് തരൂർ നാട്ടിലന്തരിച്ചു. 44 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കഴിഞ്ഞ 18 വർഷമായി സൗദിയിലുണ്ടായിരുന്ന ഇദ്ദേഹം ഫാൽക്കൺ സ്വീറ്റ്സ് കമ്പനിയിൽ സെയിൽസ്മാനായിരുന്നു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തിരിച്ചുപോകാൻ കഴിയാതെ നാട്ടിൽ കുടുങ്ങുകയായിരുന്നു. ഖദീജയാണ് ഭാര്യ. 2 മക്കളുണ്ട്. കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ ജൂനിയർ വാറന്റ് ഓഫീസർ എ പ്രദീപിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. തൃശൂർ പൊന്നൂക്കരയിലുള്ള വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരടക്കം ആയിരക്കണക്കിന് ആളുകളാണ് പ്രദീപിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിലും പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലുമായി തടിച്ചുകൂടിയത്. തൃശൂർ പൊന്നൂക്കര അറക്കൽ വീട്ടിൽ രാധാകൃഷ്ണന്റെ മകനായ പ്രദീപ് 2 ദിവസം മുമ്പ് കുനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിച്ചത്. ഭാര്യ ശ്രീലക്ഷ്മിക്കും 5ഉം 2ഉം വയസ്സുള്ള മക്കൾക്കുമൊപ്പം കോയമ്പത്തൂർ സൈനിക ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്.
കേരളത്തിൽ ഇന്ന് 3795 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 681, എറണാകുളം 543, തൃശൂർ 445, കോഴിക്കോട് 413, കോട്ടയം 312, കൊല്ലം 310, കണ്ണൂർ 202, മലപ്പുറം 192, പത്തനംതിട്ട 146, ആലപ്പുഴ 139, ഇടുക്കി 132, പാലക്കാട് 110, വയനാട് 91, കാസർകോട് 79 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 50 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 195 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 42,824 ഉയർന്നു. Newsroom Exchange Rate presented by സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. City Exchange, Doha, ഒരു Qatar. ഖത്തർ റിയാലിന് ഇന്ത്യൻ രൂപയുമായുള്ള ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 20 രൂപ 62 പൈസ. മൊബൈൽ ആപ്പ് വഴി പണമയക്കുന്നവർക്ക് 20 രൂപ 67 പൈസയാണ് നിരക്ക്. Newsroom Weather Update. ഖത്തറിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 26 ഡിഗ്രി, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 62%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 18 കിലോമീറ്റർ.